ശരി, രണ്ടുപേരും റെഡിയല്ലേ? അപ്പോൾ പിനാക്കി നല്ല ആവേശത്തിലാണ്. ഹാപ്പി, ഇന്ന് നിന്റെ കാര്യം പോക്കാം. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി വരൂ ഹാപ്പി, നമുക്ക് നോക്കാം ആർക്കാണ് ശക്തിയെന്ന്. അത് ശരി മോനെ, അപ്പൊ ചീറ്റിംഗ് ആണല്ലേ? ചീറ്റിംഗിന് പകരം ചീറ്റിംഗ് അല്ലേ ചെയ്യാൻ പറ്റൂ. ഇവിടെ നോക്ക്. അതെ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ താഴെ. എവിടെ പോയി? അത് ശരി, ഇവിടെ ഉണ്ടല്ലേ? കാണിച്ചു തരണം. ബൈ ബൈ. അയ്യോ, ഇവരെന്തു പറ്റി? എനിക്കെങ്ങനെ അറിയാം? അവൻ നിന്റെ പാർട്ണർ അല്ലേ? എനിക്കറിയാം, നീ എന്തോ ഒളിക്കുന്നുണ്ട്. ഒളിക്കുന്നുണ്ടെന്നോ? എന്താ ഒളിക്കുന്നേ? ഞാൻ എന്തോ ഒളിക്കാനാണ്? കള്ളം പറയരുത്. ഞാൻ നിന്റെ ഉള്ളിൽ കടന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ സ്കൂളിൽ പെഡേ നടക്കുന്നുണ്ടല്ലേ. ഓ, അതിനാണോ? ഞാൻ വിചാരിച്ചു നീ സാധാരണ മനുഷ്യർക്കുള്ള പോലത്തെ പട്ടിയല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് സ്കൂളിൽ വന്ന ബോറായിരിക്കും. ആണോ? എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. രണ്ട് കണ്ടീഷൻസ് ഓർമ്മയുണ്ടല്ലോ. കുസൃതിയും കാണിക്കരുത്, പിന്നെ ഭൂതങ്ങളെ പോലെ പെരുമാറുകയും ചെയ്യരുത്. നോർമൽ ഡോഗിനെ പോലെ പെരുമാറണം. ഹായ് പിനാക്കി. വളരെ നന്നായിട്ടുണ്ട് ചേച്ചി. സാധിക്കും ചേച്ചി, വളരെ നന്നായിട്ടുണ്ട്. വേഗം വേഗം ഈ കാറ്റൊക്കെ കഴിച്ചോളൂ ബണ്ണി, നിനക്കിന്ന് ജയിക്കാനുള്ളതാണ്. പെട്ടെന്ന്. യു ഹാവ് ടു വിൻ ബണ്ണി, യു ഹാവ് ടു വിൻ. ചിണ്ടു, നിന്റെ പെറ്റ് എവിടെയാണ്? ഹായ്, ഇതാരാണ്? ഹലോ. പിന്നെ നീ നമ്മള് പെട്ടല്ലോ. നിന്റെ ഡോഗിക്ക് സംസാരിക്കാൻ പറ്റുമോ? കുറച്ച് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഏത് പെറ്റും സംസാരിക്കല്ലോ. ക്ലാസ്സിൽ വെച്ച് കാണാം. ഗപ്പുന് വാഷ്റൂമിൽ പോണം. വരൂ ഗപ്പു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണ്ടേ? അറിയില്ല. എല്ലാ എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതെ, ബിന്ദുന്റെ പൂച്ച നിന്നെ കണ്ടിട്ട് വളരെയധികം പേടിച്ചു പോയി. അതവിടെ നിൽക്കട്ടെ. ഡോഗി നീ തമ്മിൽ എന്തായിരുന്നു അവിടെ? അത് ഞങ്ങൾ തമ്മിൽ ഒരു ഡോഗ് ബോണ്ടിങ് ഉണ്ടാക്കുമായിരുന്നു. വിട്, അത് കാര്യമാക്കണ്ട. പിണ്ടു എപ്പോഴും ഭൂതങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നീ ഏട്ടിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ടിരുന്നാ മതി, മനസ്സിലായോ? അത് പിന്നെ ഈ എല്ലാ പെറ്റും എന്നെ നോക്കുന്നത് ഒരു ഭൂതത്തെ കാണുന്ന പോലാണ്. പിന്നെ നീ ഭൂതം തന്നെയാണ്. ഇവിടെ നോക്കാം, നിനക്ക് അവരുടെ കൂടെ ഇണങ്ങി നടക്കണമെങ്കിൽ നീ അവരെ ഇംപ്രസ് ചെയ്യണം, മനസ്സിലായോ? മനസ്സിലായി. മിഷൻ 1. സത്യം പറ, നിനക്ക് എന്നെയാണോ പേടി അതോ ക്യാരറ്റ് തിന്നാനാണോ? നീ എന്നോട് നിന്നോ,
ഞാൻ നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. നിനക്ക് ഞാൻ നല്ല നല്ല ഡിഷസ് തരാം. ടച്ച് ചെയ്തു, നീ എന്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തു. മിഷൻ 2. ഇവിടെ നീ എന്താ ചെയ്യുന്നത്? ചിണ്ടുവിന്റെ ആഗ്രഹം ഞാൻ എന്റെ സ്പീഡ് കൂട്ടണം. നീ എന്താ ആഗ്രഹിക്കുന്നത്? അവരെപ്പോഴും നിന്നെ കൊണ്ട് റേസ് ചെയ്യിക്കും. നീ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ എനിക്കങ്ങനെയൊന്നും ഓടണ്ട. എന്നാൽ നീ ഓട്ടം നിർത്തിക്കോ. ഞാൻ എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എനിക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. മിഷൻ 3. ഹലോ. അതെ, ഒന്ന് നിൽക്കൂ. ഞാൻ ഭൂതമല്ല. എന്തോ ഇത്ര സ്പീഡിൽ ഓടിയിട്ട് പെട്ടെന്ന് എന്താ നിന്നത്? ഞാൻ എപ്പോഴൊക്കെ ആളുകളുടെ മുന്നിൽ കൂടെ നടന്നാലും അവരൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂട്ടുകാരാരുമില്ല. നിനക്ക് ഭൂതങ്ങളെ പേടിയാണോ? അന്ധവിശ്വാസത്തിലൊക്കെ നിനക്ക് വിശ്വാസം ഉണ്ടോ? കറുത്ത പൂച്ചയാണേലും മനുഷ്യനാണേലും നോക്കൂ, പേടിക്കരുത്. ഞാൻ ഭൂതമൊന്നുമല്ല. എനിക്ക് പിന്നാക്കിയോട് സംസാരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. എന്താണെന്നോ, എനിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. നീ എന്റെ കൂടെ നിൽക്കുവാണ്, ഞാൻ നിനക്ക് കൂട്ടുകാരെ ഉണ്ടാക്കി തരാം. പ്രോമിസ്. ഗോസ്റ്റിന്റെ അല്ല, ഫ്രണ്ടിന്റെ പ്രോമിസ്. ഈ ഷോയുടെ ആദ്യത്തെ അടിപൊളി എൻട്രി സന്തു. പിന്നെ എന്റെ ബെസ്റ്റ് ബണ്ണി. ബണ്ണി, നിനക്ക് ബർഗർ വേണമെങ്കിൽ ആ വെയിറ്റ് എടുത്ത് കാണിക്കൂ. ഇന്നാ നിന്റെ ബർഗർ. ഓഹോ, നിനക്ക് ബർഗർ അല്ല, ക്യാരറ്റ് തന്നെയാ നല്ലത്. ഇതാ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം മിണ്ടുവിനെ. അവനിതാ വരുന്നു, അവന്റെ കറുത്ത പൂച്ച കിറ്റിയോടൊപ്പം. അയ്യോ, സോറി. എന്റെ കിറ്റി ഇടയ്ക്കിടയ്ക്ക് പേടിച്ചു പോകും. അങ്ങനെ മിണ്ടു തോറ്റുപോയിരിക്കുന്നു. ഇനി ഇതാ വരുന്നു ചിണ്ടു, ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ആമ ഫ്ലാഷിനോടൊപ്പം. വാട്ട് എ ജോക്ക്. Come on, Flash! You can do it! Faster! ആമയ്ക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അടുത്തതായി വരുന്നു സുഹേൽ, അവന്റെ എലി ചീച്ചിയോടൊപ്പം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം പിനാക്കിയെയും ഫ്രീക്കി ഡോഗിയെയും. അവന്റെ ഡോഗി ഒട്ടും നോർമൽ അല്ല. നീ പറഞ്ഞത് സത്യമാണ് സന്തു. എന്റെ ഡോഗി ഒട്ടും നോർമൽ അല്ല. ഗപ്പു എന്റെ ജോഡി ഏറ്റവും ബെസ്റ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാ ഗപ്പു എന്റെ ഡോഗി വളരെ നല്ലവനാണ്. ഞാനും എന്റെ ഗപ്പു ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് കളിക്കുന്നത്. ഞാൻ അവനെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നോ അതിലും ഇരട്ടിയായി അവൻ എന്നെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് നീ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു സന്തു. ഗപ്പു ഒട്ടും നോർമൽ അല്ല. നിങ്ങൾ എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്റെ ഗപ്പു തനിയെ ചെയ്തു. നിങ്ങളുടെ പേഴ്സിനെ സന്തോഷിപ്പിച്ചു.
സന്തു ടോട്ടോസിനും റാബിറ്റിനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് ഉണ്ടാവുക. സർ, ഇന്നത്തെ കോമ്പറ്റീഷന്റെ റിസൾട്ട് എന്തായാലും ശരി.